രാവിലെ മീനൊന്നും മേടിക്കാഞ്ഞുകൊണ്ട് വൈകുന്നേരം ആയപ്പോഴാണ് അച്ഛാ മീനും മേടിച്ചുകൊണ്ട് വന്നത്. 3 ചൂരയും 5 ചെങ്കലവയും ഉണ്ടായിരുന്നു. ചെങ്കലവ എന്ന് വെച്ചാൽ നല്ല വലിയ ചെങ്കലവ കേട്ടോ. നല്ല പച്ച മീനായിരുന്നു. ചൂര പിന്നെ കുഞ്ഞു ചൂരയായിരുന്നേ. നാളത്തേക്ക് വെക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മീൻ വെട്ടലങ്ങ് ഏറ്റെടുത്ത്. നോക്കണ്ട, കളരിപ്പയറ്റൊന്നുമല്ല. എനിക്ക് മീൻ വെട്ടണമെങ്കിൽ പിച്ചാത്തിയും വേണം, കത്രികയും വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ മീൻ വെട്ടാൻ പറ്റത്തില്ല. ഇനി ഇതിലേതെങ്കിലും ഒന്നേ ഉള്ളെങ്കിലും മീൻ വെട്ടാൻ പറ്റത്തില്ല, രണ്ടും വേണം. ആദ്യമേ ചൂര അങ്ങ് വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ചെങ്കലവ വെട്ടാം. അടുക്കളയിൽ നിന്ന് മീൻ വെട്ടാൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പുറത്ത് നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സന്ധ്യയ്ക്ക് അങ്ങോട്ട് മീൻ വെട്ടാനിരുന്നാലുണ്ടല്ലോ കൊതു നമ്മളെ കുത്തി ശരിയാക്കും. അങ്ങനെ ഇപ്പൊ എന്റെ ചോര കുടിച്ച് കൊതു വളരണ്ട. ആ ഒരൊറ്റ കാരണമായിരുന്നു മെയിൻ. ചൂരയുടെ ഉള്ളിലുള്ള ഈ സാധനത്തിന് എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കടിക്കാൻ നല്ല രസമാണ്. ചൂര നമ്മൾ എപ്പോൾ കറി വെച്ചാലും അതിന്റെ തൊലി കളഞ്ഞേ കറി വെക്കത്തുള്ളൂ. പിന്നെ ചെങ്കലവ, ഇത് ചെതുമ്പി കഴിയുമ്പോൾ ചെതുമ്പൽ അവിടെ എല്ലാം തെറിച്ച് വീഴുമെന്ന് എനിക്ക് അറിയായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ചെതുമ്പി എടുത്ത് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. തൊലി കളഞ്ഞ മീൻ നമ്മൾ ഉപ്പിട്ട് തേച്ച് കഴിയേണ്ട ആവശ്യമില്ല, അല്ലാതെ കഴിയാൽ മതി. പക്ഷെ ചെങ്കലവ നമ്മൾ ഉപ്പിട്ട് തന്നെ തേച്ച് കഴിയണം, എങ്കിലേ വൃത്തിയാകത്തുള്ളൂ. പിന്നെ പെട്ടെന്നെല്ലാം കഷ്ണിച്ച് മാറ്റി കേട്ടോ. ചെങ്കലവ ഇന്നെടുക്കാനുള്ള പ്ലാൻ ഇല്ല. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളത്തേക്കോ, അല്ലെ നാളത്തേക്കല്ല, ചൂര ഇന്ന് കറി വെക്കുന്ന നാളത്തേക്കൂടെ കാണും. നാളെ വൈകിട്ടത്തേക്കോ മറ്റോ കറി വെക്കാനായിരിക്കും. അമ്മച്ചി പറഞ്ഞെടുത്ത് ഫ്രിഡ്ജ് വെക്കാൻ, എനിക്കറിയത്തില്ല. ഞാനെടുത്ത് വെച്ച് ചൂര കറി വെച്ച്. മീൻകറിക്കകത്ത് ഞാൻ കറിവേപ്പില വെച്ചാൽ ഇറങ്ങിയപ്പോഴും മഴച്ചാറ്റിൽ മാറിയിട്ടില്ലായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് മീനൊന്നും കൂട്ടാതെ ചോറ് തിന്നിട്ടായിരിക്കും മീൻ കണ്ടപ്പോൾ പെട്ടെന്ന് വെപ്രാളത്തിനെല്ലാം അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം മീനും കൂട്ടി കഴിക്കാനുള്ള ആ ഒരു ആഗ്രഹമല്ല, ആക്രാന്തം എന്ന് വേണം പറയാൻ. പിന്നെ രാവിലത്തെ ഇച്ചിരി ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ദോശ ഇട്ട് ദോശയും മീൻകറിയാട്ടം കഴിക്കാവുന്ന. ചെറിയ ദോശയല്ല ഉണ്ടാക്കി, നമ്മൾ പരത്തി വലിയ ദോശയാക്കി പിന്നെ ഇച്ചിരി നെയ്യൊക്കെ തൂവി അങ്ങ് എടുത്ത് 2 ദോശ, രണ്ടെണ്ണേ ഞാൻ എടുത്തോളൂ. സന്ധ്യ കഴിഞ്ഞ സമയത്ത് ആ മഴ പെയ്ത് അങ്ങോട്ട് തോർന്ന് നിൽക്കുമ്പം നല്ല ചൂട് ദോശയും ചൂട് മീൻകറിയും കൂടെ കഴിക്കുമ്പം ഒരു തട്ടുകട വൈബൊന്നും വരുത്തില്ലെങ്കിലും അടിപൊളി വൈബാണ്. ദോശയാണെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണം. മീൻകറിക്ക് നല്ല ചൂടുണ്ടായിരുന്നു. ആ മീൻ കഷ്ണവും പരിഞ്ഞിലും എല്ലാം വെച്ച് ദോശ അങ്ങോട്ട് കഴിച്ചപ്പോൾ ആഹാ ശുഭം.